അമ്മേ പേടി വള്ളി കാലേ ചുറ്റിയിട്ടുണ്ട്. ഈ വള്ളി ഇന്ന് അഴിച്ചു കളഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. പിന്നെ ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമ്മ എടുത്ത് കഞ്ഞി കുടിക്കട്ടാ. ഞാൻ പോരാ. നമ്മുടെ നടിഞ്ചിറയിലെ സോമനില്ലേടാ? അയ്യോ മരിച്ചാ? ഇന്ന് അടിയന്തരാണ് അങ്ങോട്ട് ചെല്ലി. അവന്റെ ഇളയ മകന്റെ കല്യാണമാണെന്ന്. ആണാ? പുള്ളി സുഖിലാണ്ടിരിക്കണായിരുന്നല്ലോ. അപ്പൊ ഞാൻ ആരോടത്ത് പെട്ടെന്ന് കല്യാണം വിളിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല. പിന്നെ വിളിക്കാത്ത കല്യാണത്തിന് എന്തിനാ പോണത്? അവന്റെ വീട്ടിൽ ഒരു അപകടം നടക്കുമ്പോൾ നമ്മൾ ഞാൻ തിരക്കണ്ട. ഇല്ലേ മോശമല്ലേ? അയ്യേ മോശമായി പോയല്ലോ. എന്ത് മോശം? അല്ല നേരത്തെ അറിഞ്ഞിരുന്നു ഞാനും പാൻറ് ഇട്ടുണ്ട് വന്നതിനല്ലാന്ന് പറഞ്ഞു. പിന്നെ വിളിക്കാത്ത എല്ലാരെയും കൂടെ അങ്ങോട്ട് കൊണ്ടില്ല. ഞാൻ എഗ്രിമെന്റ് വെച്ചേക്കല്ലേ അവിടെ. ഞാൻ തന്നെ വിളിക്കാതെ എങ്ങനെയാണെന്ന് പറഞ്ഞ നാണം കെട്ടാണ് ഞാൻ പോണത്. ഞാൻ ഇടയ്ക്ക് ഇന്നെ കൊണ്ട് പോകാത്ത കുഴപ്പമില്ല. ഞാൻ നോക്കിയിരിക്കായിരുന്നു. ഒരു കാര്യം പറയണ്ടായി. എന്ത് കാര്യം? എന്താണെന്ന് പറ. അതെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിനക്ക് പറയാനുള്ള വെച്ചാൽ പെട്ടെന്ന് പറയാം. എനിക്ക് സദ്യ തീർന്നു പോകും ഇവിടെ. ഒന്നാമത് വിളിക്കാത്ത കല്യാണം. എന്റെ പൊന്നെ നിങ്ങൾക്ക് ഈ സദ്യയുടെ കാര്യം. ഞാൻ നിങ്ങളുടെ മോളെ പെണ്ണ് കാണിക്കാൻ വേണ്ടി ഒരുത്തനെ കൊണ്ട് വന്നില്ലേ? അവര് പെണ്ണിനെ ഇഷ്ടപ്പെട്ട് പെണ്ണിന്റെ ചെറുക്കനെ ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഇവൻ ഇടക്കിടക്ക് എന്നോട് ചോദിക്കുക എന്തേ നടക്കോ എന്ന് ചോദിച്ചു. എന്റെ പുറകെ നടക്കാണ്. ഞാൻ നിങ്ങളുടെ പുറകെ നടക്കാണ്. നടക്കോ എന്ന് ചോദിച്ചു. അപ്പൊ നടക്കോന്ന് ചോദിച്ചു. അവനോട് പറഞ്ഞേര് നടക്കത്തില്ല എന്ന് പറഞ്ഞേര്. എന്തേ അത് നടക്കത്തില്ലെന്ന് പറഞ്ഞേക്കടാ. അതെന്റെ ഒരു വാശി. അത് എന്താ കാര്യം പറ. എന്റെ മകൾക്ക് ഒരു സർക്കാർ ജോലി കിട്ടാൻ ഞങ്ങളിപ്പോ തൽക്കാലം കെട്ടിച്ചു വിടുന്നില്ല. സാധാരണ കെട്ടാമന്റെ ചെറുക്കന് സർക്കാർ ജോലി ഉണ്ടെങ്കിലേ മോളെ കെട്ടിച്ചു വിടുള്ളൂ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇത് ഈ മോക്ക് സർക്കാർ ജോലി കിട്ടിയിട്ടേ കെട്ടിച്ചു വിടുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു അച്ഛനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ട്. അല്ല അതെന്റെ ഒരു വാശിയാണ്. എന്ത് വാശി? ഈ കുറച്ച് നാളുകൾക്ക് ഈ പഞ്ചായത്തിൽ നിന്ന് ഈ പശുവിന് ലോൺ കൊടുക്കുമെന്നും പറഞ്ഞൊരു പദ്ധതി ഉണ്ടായിരുന്നല്ലോ. അതിപ്പോഴും ഉണ്ട്. അല്ല അത് ഇപ്പോഴും ഉണ്ട്. ഞാൻ ഈ പശുവിന് ലോൺ കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ പശുവായിട്ട് പഞ്ചായത്ത് ഓഫീസിൽ ചെന്നേ. അങ്ങനെ ചിരിക്കണം. പശുവിന് ലോൺ കൊടുക്കണതിന് പശുവിനെ കൊണ്ട് എന്തിനാ പോണത്? താൻ പോയപ്പോരെ? ഞാൻ പോയാൽ ലോൺ കിട്ടണത് എനിക്കല്ലല്ലോ ലോൺ തന്നത്. പശുവിനല്ലേടാ ലോൺ കൊടുക്കുമെന്ന് പറയണേ. അപ്പൊ പശുവായിട്ടല്ലേ പഞ്ചായത്ത് ഓഫീസിൽ പോകേണ്ടത്. മനസ്സിലായി കാര്യം മനസ്സിലായി. അങ്ങനെ ഞാനും പശുവും കൂടെ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ലോണിന്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിയൂണ് പറഞ്ഞു ഇവിടെ എന്താ പശുവായിട്ട് പഞ്ചായത്ത് ഓഫീസിൽ ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു. ഒരുമാതിരി മനുഷ്യനെ കണ്ടിട്ടില്ലാത്ത പോലെ. ഞാൻ പറഞ്ഞ പശുവിന് ലോൺ എടുക്കാൻ വേണ്ടി വന്നതാണ്. പശുവിന് ഇവിടെ ലോണൊന്നും ഇല്ലെന്ന് പറഞ്ഞ പശു നാണം കിട്ടി അവിടെ അപ്പിയിട്ടു ചാണകിട്ടു മൂത്രം ഒഴിച്ചു. അവസാനം അവിടെ ബഹളായി. മാനേര് വന്ന് വാഴയുടെ വയറ്റിനിട്ട് കുത്തി പശു. അവസാനം ഇത് കണ്ടു എനിക്ക് എന്തോ പോലെ തോന്നി. ഞാൻ നിന്ന് മൂത്രം ഒഴിച്ചു. അവിടെ നാണം കെട്ടുപോയി. അവിടെ അവസാനം അവർ പറഞ്ഞു ഇത് അങ്ങനെ ഒതുക്കി തീർക്കാൻ പറ്റില്ല, ഇവിടുത്തെ നഷ്ടപരിഹാരം തൊട്ട് നിങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞ് അവർ പിടിച്ചു വെച്ചിട്ട് എല്ലാ കാശ് പെറ്റിയടിച്ചു. കോമഡി പറഞ്ഞിരിക്കാൻ ആരുമില്ല. എന്താ കോമഡി പറ. സഹദേവനെ പശുവിന് ലോൺ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പശുവിനെ ആയിട്ട് പഞ്ചായത്ത് ഓഫീസിൽ ചെന്നേക്കുന്നത് ലോൺ മേടിക്കാൻ. പശു അവിടെ ചെന്ന് ആളെ വിട്ട് പ്രശ്നം ഉണ്ടാക്കി പഞ്ചായത്ത് ഓഫീസറേയും കുത്തി. ഞാനാണ് സഹദേവൻ. ഞാനാണ് സഹദേവൻ. എനിക്കാണ് പറ്റിയത്. ഞാനാണ് നഷ്ടപരിഹാരം മുഴുവൻ കൊടുത്തത്. ശരിയല്ല. അവസാനം ഉണ്ടല്ലോ വീടിന്റെ 4 സെന്റ് സ്ഥലം വിറ്റിട്ടാണ് ഞാൻ ആ പൈസ പഞ്ചായത്തിൽ അടച്ചത്. അറിയാമോ? എനിക്ക് അവസാനം കിടപ്പാടല്ല. ഞാൻ കുറെ ആൾ വാടകയ്ക്ക് താമസിച്ചു. അവസാനം ഒരു വീട് വെക്കാൻ വേണ്ടി ഞാൻ ബാങ്കിൽ ലോണിൽ ചെന്നപ്പോ ബാങ്കുകാർ പറയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാര് ജാമ്യം നിന്ന് കഴിഞ്ഞാൽ വീട് വെക്കാൻ ലോൺ തരാന്ന്. അതെങ്ങനെയാണ്? ആരെങ്കിലും ജാമ്യം നിൽക്കണം ലോൺ കിട്ടണം? ആര് ജാമ്യം നിൽക്കാൻ? ഞാൻ എത്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വീട് വീടാന്തരം കയറി ഇറങ്ങി നടന്നു. എനിക്കൊന്ന് ജാമ്യം നിൽക്കുമോ? ഒരു ലോൺ എടുക്കാൻ വേണ്ടിയാണ്. എത്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ ചോദിച്ചു, ഒരുത്തും നിന്നില്ല. അന്നെൻ്റെ ഒരു വാശിയാണ്. എൻ്റെ മകളെ പഠിപ്പിച്ച് ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാക്കി എൻ്റെ വീടിൻ്റെ വാതിക്കൽ ഒരു ബോർഡ് വെക്കണം. എന്തെന്നും പറഞ്ഞു? ബിജില സർക്കാർ ഉദ്യോഗസ്ഥ ജാമ്യം നിൽക്കാൻ തയ്യാറാണ്, പൈസ ഉള്ളവർ വരിക. എന്നിട്ട് അവളെ കൊണ്ട് ജാമ്യം നിർത്തി അവിടെ പൈസ മേടിച്ചിട്ടേ ഞാൻ അവളെ വേറൊരുത്തിന് കെട്ടിച്ചു കൊടുക്കൂ. അതെൻ്റെ ഒരു വാശിയാണ്. വെറുതെ സർക്കാർ ജോലി കിട്ടണമെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമൊന്നുമില്ല. അവളെങ്ങനെ പഠിക്കാൻ? എങ്ങനെ പഠിക്കുന്ന കാര്യത്തിൽ എൻ്റെ മോളായതുകൊണ്ട് ഞാൻ പറഞ്ഞതല്ല. ലോക പരാജയം. പിന്നെ വേറെ കാര്യം കേട്ടാ, അവളെങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഓർമ്മയിൽ നിൽക്കൂല. പിന്നെ നീ പരീക്ഷ എഴുതാൻ വേണ്ടി നമ്മളെന്തെങ്കിലും പഠിച്ചുകൊണ്ട് ചെല്ലുമല്ലോ. ചില പിള്ളേർ അങ്ങനെയാണ്. ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവര് ചോദിക്കുന്നതല്ല ഇവള് എഴുതുന്നത്, ഇവള് പറയണതല്ല അവര് ചോദിക്കുന്നത്. ഒരു ബുദ്ധിയില്ല, വിവരമില്ല, ഒന്നുമില്ല. ചേട്ടൻ്റെ മോള് അല്ല. അതെ ഇങ്ങനെ പറഞ്ഞല്ലോ. നാട്ടുകാർ പൊതുവെ അത് വിട്. നിനക്ക് ഈ PSC എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ അവളെ ഒന്ന് പഠിപ്പിക്കാനായിട്ടല്ല, PSCയുടെ മെയിൻ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് അവരുമായിട്ട് വല്ല ബന്ധം ഉണ്ടെങ്കിൽ അവളെ ഒന്ന് ജോലിക്ക് കയറ്റാനുള്ള വകുപ്പ് ഉണ്ടെങ്കിലോ. സംഭവമുണ്ട്. ആളുണ്ടോ? ഇത് കൊടുക്കോ? 500
500 വണ്ടി കാശാ. പിന്നെ 5000 രൂപ കൊടുക്കാൻ പറ്റുമോ? 5000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നീ എന്റെ മേലെ സർക്കാർ ജോലി മേടിച്ചു തരുമോ? പുള്ളി വന്ന് ക്ലാസ് എടുത്തു കഴിഞ്ഞാ അതിന് ക്ലാസ് എടുക്കണം, അല്ലാണ്ട് നമുക്ക് നേരിട്ട് അങ്ങോട്ട് സർക്കാർ ജോലിക്ക് കയറാൻ പറ്റില്ല. അങ്ങനെ കയറാൻ പറ്റിയൊന്നുമില്ല. പുള്ളി വന്നിട്ട് ക്ലാസ് എടുത്ത് പഠിപ്പിക്കും. അത് ഉറപ്പാ സർക്കാർ ജോലി കിട്ടുവോ? ആ പുള്ളി പറയണ സാധനമേ അവിടെ വരുവുള്ളൂ. 5, 10 എത്ര വേണം കൊടുക്കാം. ഓക്കെ ആണോ? ഇതൊരു കാര്യം ചെയ്യും, കല്യാണത്തിന് പോയിട്ടുവാ. കല്യാണത്തിന് പോയിട്ടും വാ. നീ റെഡിയാക്കി തരൂല്ലേ? ഞാൻ റെഡിയാക്കാം. അവിടെ സദ്യ തീർന്നാണ് എന്തോ ആവോ. അതാണ് ധൃതി. സുമേ സുമേ ഇന്ന് വായി കിട്ടാനെങ്കിൽ ഒരു കാര്യത്തിന് വിളിക്കുമോ? ഞാൻ വിജിലോടെ വന്നിട്ടേ പെട്ടെന്ന് ഒരുങ്ങി റെഡിയായിട്ട് കുളിച്ച് ഫ്രഷായിട്ട് നിൽക്കാൻ പറ. അവളെ കാണാൻ വേണ്ടി ഒരാൾ വരുന്നുണ്ട്. ഇനി ആരെയാണ് എഴുന്നള്ളിച്ചോട്ട് വരാൻ പോണോ? അടുത്ത പെണ്ണ് കാണല്ലേ? പെണ്ണ് കാണാനല്ലേ, അവളെ പഠിപ്പിച്ച് സർക്കാർ ഉദ്യോഗത്തെ ആക്കാൻ വേണ്ടിട്ട് നമ്മൾ സുമേഷ് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ എഴുത്തും വായന അറിയാത്തവനാ? നിങ്ങൾക്ക് തലക്കന്നെ ഓളം വേണം മനുഷ്യ. അവൻ എഴുത്തുമാൻ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞ് അവൻ വേറൊരാളെ കൊണ്ടുവന്നുകൊണ്ട് എളുപ്പ വഴിയിൽ പഠിപ്പിച്ച് സർക്കാർ ജോലി മേടിച്ചു കൊടുക്കുന്ന അതിവിദഗ്ധരാണ്. അവൻ ഏറ്റേക്കളാണ്, കൊണ്ടുവരാന്ന് പറഞ്ഞേക്കളാണ്. അവൻ വരും, നമ്മൾ റെഡിയായിട്ടിരിക്കും. അത്രേ. ഏത് കാലത്താണ് പഠിച്ച് ടെസ്റ്റ് എഴുതി ഒരു സർക്കാർ ഉദ്യോഗം കിട്ടിയിട്ട് കെട്ടിച്ചു വിടാൻ പറ്റണത്? അതെന്റെ ഒരു വാശിയാണ് കേട്ടോ. നീ ഒന്ന് അവളോട് ഒരുങ്ങി നിൽക്കാൻ പറ. ഞാൻ ഒരു കുറവാണ്. നിങ്ങളൊരു കാര്യം ചെയ്യും, ആ കവിതയുടെ ബേക്കറി ചെന്ന് ഇച്ചിരി പാലും പലഹാരം കൂടെ മേടിച്ചിട്ട് വാ. പിന്നെ പാല് പലരും പഞ്ചാരയും കൊടുക്കാനായിട്ട് പുള്ളി തത്തല്ലേ. അയ്യോ റെയ്ഡിനൊന്നല്ലെന്ന്, ഇത് ഗൈഡ് മറ്റേ മോളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ലേ, ഗൈഡ് 5000 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ? മറ്റേ മോളെ പഠിപ്പിക്കാൻ. ഹലോ നമസ്കാരം, ഞാൻ ജോജോ വിൽസൺ. അപ്പൊ നമ്മള് ഇവിടെ അല്ലേ ക്ലാസ്? മോള, എന്റെ മോളാണ്. മോളെ വിളിച്ചോളൂ. മോളെ ഇതാണോ? വലിയ കുട്ടിയാണല്ലോ. വലിയ കുട്ടിയാണ്. കുറെ നാളായാലും PSC എഴുതാൻ കിട്ടി. ഇതൊക്കെ ഈ പ്രായം കഴിഞ്ഞിട്ടില്ലേ അപ്പൊ? ആണോ? ഇതല്ല, ഇത് എന്റെ വൈഫ്, എന്റെ മുത്ത്. ഓ ശരി. മോളെ മുത്താണ് മോള്. മോളെ വിളിച്ചോളൂ. മോളെ വിജില വാങ്ങ്. ഒരു ദിവസം നമ്മളെ ശരിക്കും പറഞ്ഞാൽ റെഡി വാടി ഇങ്ങോട്ട്. അവളോർക്കിടെ പെണ്ണ് കാണാൻ വന്നതാണ്. അയ്യോ, പെണ്ണ് കാണാൻ വന്നതല്ല. നമ്മള് PSC എഴുതുന്ന ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ നാട്ടിലുണ്ട്, ഒരുപാട് ചെറുപ്പക്കാർ. അവർക്ക് അവരുടേതായിട്ടുള്ള വിദ്യാഭ്യാസത്തിനനുസരിച്ചുകൊണ്ട് അവർക്ക് പാസ്സാകാൻ പറ്റുന്നില്ല. അപ്പൊ എളുപ്പ വഴിയിൽ എങ്ങനെ PSC ടെസ്റ്റ് എഴുതാം എന്നതിനെ കുറിച്ച് ഒരു കോച്ചിങ് ക്ലാസ് ആണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ 4 ക്ലാസ്സാണ് ഞാൻ തരുന്നത്. 4 ദിവസങ്ങളിലായിട്ട് വരുന്നു. ഓരോ മണിക്കൂർ നമ്മൾ ക്ലാസ് എടുക്കുന്നു. ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ വളരെ ബ്രില്യൻ്റ് ആയിട്ട്, വളരെ സൈലന്റ് ആയിട്ട്, നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക ഓരോ ക്ലാസ്. കേൾക്കുന്നുണ്ടല്ലോ? അപ്പൊ നമുക്ക് ഇന്ന് അതിൻ്റെ ഒരു കോച്ചിങ് ക്ലാസ് ഞാൻ തരാം. അപ്പൊ നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. ഫസ്റ്റ് ക്ലാസ്സിലേക്ക് നമ്മൾ പോവുകയാണ്. ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഞാൻ ആദ്യമായിട്ട് ചോദിക്കാൻ പോകുന്നത്. ചോദ്യം കുട്ടിയോടല്ല, ഞാൻ ഇദ്ദേഹത്തിനോടാണ് ചോദിക്കാൻ പോകുന്നത്. സർ, നമുക്ക് അകത്ത് വരുന്ന സംസാരിക്കാം. എന്തിനാണ് അകം? പുറം തന്നെയല്ലേ നല്ലത്? പ്രകൃതിയുടെ സാന്നിധ്യത്തിൽ, പ്രകൃതിയുടെ വെട്ടത്തിൽ ഇളം കാറ്റേറ്റ് ഇളം ചൂടേറ്റ് നിന്ന് പഠിക്കുന്നതല്ലേ നല്ലത്? ഗുരുകുലം അങ്ങനെ ആയിരുന്നില്ലേ? അല്ല, എന്റെ വീട്ടിൽ വന്നിട്ട് സാർ അങ്ങനെ എന്തിനകത്ത് കയറുന്നു? നിങ്ങൾ എനിക്ക് ചായ തരുന്നു, ഉച്ചക്ക് ചോറ് തരുന്നു, വെറുതെ കറങ്ങുന്ന ഫാൻ, പിന്നെ ലൈറ്റ്, ഇതെന്തിന് പാഴ്ചല്ല? അതൊന്നും വിഷയമില്ല, ഒന്നും വിഷയമില്ല. പുറമാണ് എപ്പോഴും നല്ല. അറിയാലോ, ഞാൻ എപ്പോഴും പുറത്ത് തന്നെയല്ലേ. വീട്ടിൽ കിടക്കണം പുറത്താണ്. അപ്പോ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്, നിങ്ങളോടല്ല ഇദ്ദേഹത്തിനോടാണ്. അയ്യോ, അതാണ് PSC ടെസ്റ്റ്. അല്ല, ഞാനൊരു ജനറൽ ക്വസ്റ്റ്യൻ താങ്കളോട് ചോദിക്കുകയാണ്. താങ്കളാണല്ലോ എന്നെ ഇവിടെ കൊണ്ടുവന്നത്. എന്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്ക് എത്ര വൃക്കയും? 4. ഇവർ രണ്ടുപേരും പറയുന്നു, അമ്മയും മോളും പറയുന്നു 2 ആണെന്ന്, ഇദ്ദേഹം പറയുന്നു 4 ആണെന്ന്. ഇതിൽ ഏതാണ് ശരി? 5-6 കാണും. ഇത് പാഴാണല്ലോ. എന്നാൽ ശരിക്ക് കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നത് ആരാണെന്ന് അറിയാമോ? ഇദ്ദേഹമാണ്. എന്റെ ചോദ്യവും കറക്റ്റാണ്, അദ്ദേഹത്തിന്റെ ഉത്തരവും കറക്റ്റാണ്. നമുക്ക് എത്ര വൃക്കയുണ്ടെന്നാണ് ഞാൻ ചോദിച്ചത്. ഞങ്ങൾക്ക് 2 വൃക്കം കൂടി ചേർന്ന് 4. അങ്ങനെ 16 കാണും. അതെന്താ? നമ്മൾ 8 വരുന്നല്ലോ. നീ വന്നേ, ഈ വൃക്കയുടെ എണ്ണം പറഞ്ഞാണ് ഞാൻ 5000 രൂപ കൊടുക്കേണ്ടത്. അയ്യോ, അത് പുള്ളി ടെസ്റ്റ് അടിച്ചതാണ്. ടെസ്റ്റ് അടിക്കാൻ വേണ്ടി കുറച്ച് കഴിയുമ്പോൾ 2 അടിക്കണമെന്ന് പറയില്ലേ? മോൻ കണ്ടിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടിക്കും. ഇല്ല, അതൊന്നുമില്ല. 5000 രൂപ ഞാൻ കൊടുക്കണം. മനസ്സിലായില്ല? പഠിപ്പിക്കും. നോക്കാല ക്ലാസ്സിലേക്ക് കിടക്കാലോ. ഇനി വളരെ ശ്രദ്ധിച്ചിരിക്കണം, കോൺസെൻട്രേഷൻ ഉണ്ടാകണം. ഇടുക്കിയിൽ എവിടെയാണ് UK? ഇടുക്കിയിലാണ് UK. ഇടുക്കിയിൽ എവിടുന്നാണ് UK? UK എവിടെ കിടക്കണം? ഇടുക്കി എവിടെ കിടക്കണം? എന്റെ സിസ്റ്ററെ, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ഇടുക്കിയിൽ കിടക്കുന്നുണ്ട് UK. അതെങ്ങനെയാണെന്ന്? ഇടുക്കിയുടെ നടുക്കാണ് UK. ശ്രദ്ധിക്കൂ. UK കിടക്കണ എവിടെയാണ്? UK കിടക്കുന്നത് ഇടുക്കിക്ക് നടുക്കാണ്. UK. ഇത്രയും ചില ബ്രില്യന്റ് ആയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ അതിനകത്ത് ഉത്തരമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. പോളെ
നമ്മൾ മായ്ച്ചു. അടുത്ത നമ്മൾ എഴുതാൻ പോകുന്നത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെഡ്ഡിങ് ആൻഡ് വെൽഡിങ്. അത് കലക്കി അല്ലേ, ഇംഗ്ലീഷ് കേട്ടോ. വെഡ്ഡിങ് ആൻഡ് വെൽഡിങ് എന്താണ്? വെഡ്ഡിങ്ങും വെൽഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ എഴുതുമ്പോൾ വേണ്ട ഒരുപോലെ തോന്നും. പക്ഷേ വെൽഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തീവാറും പിന്നെ ഒന്നിക്കും. മറിച്ച് വെഡ്ഡിങ് എന്ന് പറഞ്ഞാലോ ആദ്യം ഒന്നിക്കും പിന്നീട് തീവാറും. എത്ര കുടുംബങ്ങളിൽ ഇങ്ങനെ തീവാറുണ്ട്. ഇതാണ് നമ്മൾ. അപ്പൊ ചില വാക്കുകൾ രസകരമായിട്ട് നമുക്ക് തോന്നും. ഇനിയിപ്പോ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോവുക. ശ്രദ്ധിച്ചിരിക്കുക, നോക്കുക. ഈ പലരും നമ്മളോട് പറയും ഈ കള്ളന്മാർ മോശക്കാരാണ്, അല്ലെങ്കിൽ അവർ നമ്മൾ കുടുംബത്തിൽ കയറ്റാൻ പറ്റാത്തവരാണ് എന്നൊക്കെ പറയും. ഇപ്പോൾ വർക്ക്ഷോപ്പുകാരൻ നമ്മുടെ വണ്ടി കേടാൻ ആഗ്രഹിക്കും, ഡോക്ടർമാർ നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരാൻ ആഗ്രഹിക്കും, വക്കീലുമാർ നമ്മൾ ഏതെങ്കിലും തീരാക്കേസിൽ കുടുങ്ങാൻ ആഗ്രഹിക്കും, പോലീസുകാർ നമ്മൾ മദ്യപിക്കാനും മോഷണം നടത്താനും ശ്രമിക്കും. പക്ഷെ അപ്പോൾ കള്ളന്മാർ ചിന്തിക്കുന്നത് എന്താണ്? നമ്മൾ ധാരാളം പണമുണ്ടാക്കണം, ആ പണം കൊണ്ട് നമ്മൾ സ്വർണ്ണം വാങ്ങി വെക്കണം എന്ന് ചിന്തിക്കുന്നത് കള്ളന്മാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ കള്ളന്മാർ മോശക്കാരാണോ? അല്ല. അപ്പോൾ കള്ളന്മാർക്കുമുണ്ട് ഒരു നല്ല വശം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോവുകയാണ്. വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക. ഹൈ ഹീൽഡ് ചെരുപ്പിട്ട ലൈല ബീവി ബസ്സിൽ കയറി നിന്നപ്പോൾ ഒരാൾ ഫ്രണ്ടിലോട്ട് നീങ്ങി. അതിനവര് ബസ്സിൽ കയറൂല, മുട്ടുവേദന. ആർക്ക്? ഷമീർക്കട ഭാര്യ ലൈലാത്താക്ക്. എങ്ങോട്ടാ ഇവര് പോകുന്നത്? അല്ല, ലൈലായിത്തല്ലേ ബസ്സിൽ കയറിയിട്ട് ആ ലൈലത്തെ ബസ്സിൽ കയറി അല്ലെങ്കിൽ ഓട്ടോറിക്ഷക്കകത്ത് കയറി അവിടെ എവിടെയെങ്കിലും കയറട്ടെ. ഞാനിത് ആവർത്തന പട്ടികയിലെ മൂലകങ്ങളെ ക്രമമായിട്ട് എഴുതാൻ ഈ വാക്ക് പഠിച്ചാൽ മതി. ഇത് പഠിച്ചത് അതെങ്ങനെ പഠിക്കാൻ പറ്റണത്? ഹൈ ഹീൽഡ് ചെരുപ്പിട്ട ലൈല ബീബി ബസ്സിൽ കയറി നിന്നപ്പോൾ ഒരാൾ ഫ്രണ്ടിലോട്ട് നീങ്ങി. ഇതിന്റെ ഓരോ വാക്കുകളും നമ്മൾ പഠിക്കണം. എച്ച് എന്ന് പറഞ്ഞാൽ ഹൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ. അത് ഹീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീലിയം. അതുപോലെ തന്നെ ലൈല എന്ന് പറഞ്ഞാൽ ലിഥിയം. അതേപോലെ തന്നെ ബീവി ബോറോൺ. അതുപോലെ കാർബൺ, നൈട്രജൻ, ഓക്സിജൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നത് ഫ്രിയോൺ, ലാസ്റ്റ് നീങ്ങി നിയോൺ. അപ്പോ ഹൈ ഹീൽഡ് ചെരുപ്പിട്ട ലൈല ബീബി ബസ്സിൽ കയറി നിന്നപ്പോൾ ഒരാൾ ഫ്രണ്ടിലോട്ട് നീങ്ങി എന്ന് പറഞ്ഞാൽ ആ വൃതപട്ടികയിലെ മൂലകങ്ങളെ നമുക്ക് ക്രമമായിട്ട് തെറ്റാതെ എഴുതാൻ പറ്റും. ഇതാണ് എൻ്റെ ഒരു എളുപ്പവഴി. ഇനി അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ പോവുകയാണ്. വളരെ ശ്രദ്ധിച്ചിരിക്കണം. MT എൻ്റെ മാമനാണ്. പിന്നെ ഞാൻ MTയുടെ ഭയങ്കര ആരാധകനാണ്. ഏത് MT? മറ്റേ ദൂരം ബുക്കുകളെ വായിച്ചറിയോ? കയറ്, വടം. മടമല്ല, കയറ്. കെട്ടി തൂങ്ങി ചാക്. ഭയങ്കര ആരാധനാണ് ഞാൻ. തകഴിയാണ് കയറെഴുതിയത്. അഴകിയാണോ? ആരാ നിങ്ങൾ? സുഹൃത്താ? സുഹൃത്ത് അങ്ങനെ തന്നെ വേണം. നിങ്ങളും ഭയങ്കര തള്ളാണല്ലോ. പിന്നെ എനിക്ക് പറയാൻ പാടില്ല MT എന്റെ വല്യച്ഛനാണെന്ന്. എന്റെ പൊന്നു സഹോദരി, MT എന്റെ മാമനാണെന്ന് നമ്മൾ പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? MT കണ്ട മാമനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ഇതിൽ നിന്ന് സപ്ത സഹോദരിമാരായ സംസ്ഥാനങ്ങളുടെ പേരുകൾ പഠിക്കാം. MT എന്റെ മാമനാണെന്ന് പറഞ്ഞാൽ ഒരു വാക്ക് ശ്രദ്ധിച്ചു നോക്ക്. എന്താണ് M? മേഘാലയ. എന്താണ് T? ത്രിപുര. അതുപോലെ എന്താണ് M? മണിപ്പൂർ. അതുപോലെ അരുണാചൽ പ്രദേശ്, മിസോറാം. അത് കഴിഞ്ഞിട്ട് വരുന്ന ഏതാണ്? ആസാം. പിന്നെ വരുന്ന N എന്താണ്? നാഗാലാൻഡ്. MT എന്റെ മാമനാണെന്ന് മാത്രം പഠിച്ചാൽ മതി. സപ്ത സഹോദരിമാരായ സംസ്ഥാനങ്ങളുടെ പേര് പഴംപോലും നമുക്ക് എഴുതാം. ഇത് കൊള്ളാലോ പരിപാടി. ഇതാണ് ഞാൻ പറയണത്. 4 ക്ലാസ്സേ ഞാൻ തരുള്ളൂ. 4 ക്ലാസ് കൊണ്ട് PSC ടെസ്റ്റ് എഴുതിയിട്ട് ജോലി മേടിച്ചിട്ട് എനിക്ക് ഒരു ടാറ്റ തരണം കേട്ടോ. അച്ഛൻ ദേശം പോയതാണോ? ചെറുക്കണ്ണിനോട് റെഡി ആയിക്കോളാം. മറ്റേ പെണ്ണ് പെണ്ണ് കാണാനൊന്നും വരണ്ട, കല്യാണം ഫിക്സ് ചെയ്തോളാം. സർക്കാർ ജോലി ഉറപ്പാണ്.